അസ്സലാമു അലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഹോട്ടല്, സാൻഡ്വിച്ച് കട, കഫ്റ്റേരിയ അതുപോലുള്ള ഷവർമൻ്റെ കടകളിലുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് പൊളിയാണ്. ഞാൻ ഖത്തറിൽ ഒരു കഫ്റ്റേരിയയിൽ പോയിരുന്നു. അപ്പോൾ കഫ്റ്റേരിയയിൽ 400 റുപ്യേൻ്റെ കച്ചവടം ഇതിനുള്ളൂ. അപ്പോൾ 400 റുപ്യേൻ്റെ കച്ചവടം ഉള്ളിടത്തിലാണ് ഞാൻ പോയത്. 2 മാസത്തേക്ക് പോയതാണ് കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അടുവാറപ്പോയിൽ അസീസ് എന്ന് പറഞ്ഞ അയാളെ അളിയൻ്റെ കടയാണ്. അപ്പോൾ എൻ്റെ കൂട്ടൂരിലെ അടുവാറപ്പോയിൽ അസീസിൻ്റെ പെങ്ങളെ ഭർത്താവിൻ്റെ സുലൈഖാൻ്റെ ഭർത്താവിൻ്റെ കടയാണ്. അപ്പോൾ ആ കടയിൽ പോയിട്ട് ഞാൻ 1300 റുപ്യേൻ്റെ കച്ചവടമാക്കി. ഈ ഒരു സാധനം കൊണ്ടാണ് 1300 റുപ്യേൻ്റെ കച്ചവടമാക്കി. അപ്പോൾ അത് മാത്രമല്ല, വേറെ പലതും ഉണ്ടാക്കി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഭയങ്കര സംഭവമാണ്. അപ്പോൾ ഇത് കുവൈത്തി മാബൂച്ചി എന്നാണ് ഇതിന് പറയുക. ഇത് ഉണ്ടാക്കുക മുളക് പൊടി വാങ്ങരുത്. പൊടി വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താവും പറഞ്ഞാൽ കറുത്തു പോകും. അപ്പോൾ നമ്മൾ പൊടിച്ച മുളക് പൊടി തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത് പൊടിച്ച മുളക്, ഇവിടെ മെഷീനുണ്ട്, വലിയ മെഷീനുണ്ട്. അപ്പോൾ പൊടിച്ച മുളക് പൊടി ആയിരിക്കണം. ക്രഷഡ് ചില്ലി എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ട മുളകിൻ്റെ ക്രഷഡ് ചില്ലി, അത് തന്നെ ആയിരിക്കണം. മറ്റേ ചിത്തല മുതലുണ്ട് 10 മിനിറ്റ്, ഞാൻ കാണിച്ചു തരാം. ഇതാ ചിത്തല മുതലില്ല, ചിത്തല മുളക് പറ്റൂല. എടുത്ത് കാണിച്ചില്ല, പിന്നെ കണ്ടിക്കില്ല എന്ന് പറയും. അതായുള്ള കാലക്കേട്. ഇതാ ഈ സാധനം. ഇത് നമ്മൾ പുരയിൽ പൊടിച്ചതായിരിക്കണം, അല്ലെങ്കിൽ മില്ലിൽ നിന്ന് പൊടിച്ചതായിരിക്കണം. നമ്മൾ തന്നെ പൊടിച്ചവണ്. പിടിയെന്ന് വാങ്ങുന്ന മുളക് പൊടി പറ്റൂല. എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കറുത്തു പോകും. അപ്പോൾ അതിൻ്റെ ഒരു അടയാളം എന്ന് പറഞ്ഞാൽ അത് കലർപ്പുള്ളതാണ്. അതുകൊണ്ടാണ്. കലർപ്പില്ലാത്തതും കമ്പനി ഉണ്ട്, പക്ഷേ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിതിൻ്റെ അതിൽ 100 ഗ്രാം ഗാർലിക്ക് നല്ലോണം ചതച്ചിട്ടിട്ടാണ് ഇരുന്ന് കുത്തിയാൽ കുറേ നേരം കുത്തണ്ടേ, ചതച്ചിട്ട് ഒരുപാട് ഉണ്ടാക്കണം. ഇപ്പോൾ ഇതൊരു മാസത്തേക്ക് 2 മാസത്തേക്ക് ഉണ്ടാക്കി വെക്കുവാണ്. അപ്പോൾ എന്നാ ചെയ്യട്ടെ വെച്ചാൽ, ഈ സാൻഡ്വിച്ചിൻ്റെ അത് ഉണ്ടാക്കുന്ന നേരം ഇത് ഒലിവ് ഓയിലാണ് സംഭവം ഉണ്ടാക്കുന്നത്. ഒലിവ് ഓയിൽ തന്നെ ഉണ്ടാക്കണം, വേറെ ഓയിൽ ഉണ്ടാക്കി കിടക്കും. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാൻഡ്വിച്ച് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അടിയിലൊന്ന് പുരട്ടി കൊടുക്കുക, ഇതിൻ്റെ ഓയിൽ മാത്രം. ഇനിയിപ്പോൾ കൂടുതൽ ആവശ്യക്കാർക്ക് എന്ത് ചെയ്യുക, കൂടുതൽ എരിവ് വേണ്ടിയോലിക്ക് നമ്മൾ മുളക് അടുക്കെടുത്ത് പുരട്ടെ. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? ഈ മനസ്സിലായില്ല എന്ന് പറയുന്നത് 100 ഗ്രാമിന് ആവശ്യത്തിന് ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പിട്ടു. ഇത് ഹിമാലയൻ സോൾട്ടാണ്, നിങ്ങൾക്ക് സാധാ സോൾട്ട് ഇട്ടാൽ മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. 100 ഗ്രാമിനാണ്. 1 ടേബിൾ സ്പൂൺ എന്തിടുക, ക്രഷഡ് ചില്ലി ഇടുക. അതുപോലെ ഒലിവ് ഓയിൽ ഇപ്പം എത്തിരിയാ പറയുക, സുമാരം ഒഴിച്ചാൽ മതി. ഇതാ ഒരു 4 ടേബിൾ സ്പൂണ്. ഇതിങ്ങനെ കുത്തണം. ഇത് വലുത് വേണം. ഇത് ജ്യൂസ് മെഷീൻ അതൊന്നും ഉണ്ടാക്കാം കേട്ടാ. ജ്യൂസ് മെഷീൻ ഉണ്ടാക്കിയാൽ എന്തില്ല, ഇതിൻ്റെ അപ്പാട് ചിത്തലല്ല, അപ്പാട് എന്തായി പോവും, ചിത്തല് പിന്നെ ഇതായി പോവും, ഇന്ന് പൊടിഞ്ഞങ്ങ് പോവും. ഇങ്ങനെ കുത്തി റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ ഇപ്പോൾ കുത്തി റെഡിയാക്കി വെച്ചാണ് ഞാൻ, അത് പ്രശ്നമല്ല. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇത് അമ്മാങ്ങൻ്റെ ഷർപ്പിന്, നമ്പിച്ചാണ്ടി പച്ചലിന്, അങ്ങനത്തെ ആൾക്കാർക്കെല്ലാം നല്ലതാ. നമ്മളെ ഈ ടൈം ബഷീർക്കാർക്ക് ഒരിക്കലെല്ലാം പറ്റിയ സാധനം ഇത്. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഗുണമില്ലെങ്കിൽ ഈ ചാനൽ ഞാനങ്ങ് പോകും. ഒത്തിരി ആളും വേറൊന്നുമില്ല, ഇത് നിർത്തിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിരുന്ന് ഉണ്ടാക്കാൻ വേഗം കഴിയും പരിപാടി. പക്ഷേ വെളുത്തുള്ളി നല്ലോണം കുത്തണം. ജ്യൂസ് വിളിക്കാതെ ഞാൻ വേറൊന്നും നീരാന്നായിട്ട് കഴിഞ്ഞാൽ മതി. പോയി ഇതാ ഇരുന്നിങ്ങനെ അമർത്തിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഈ സാധനം കൊണ്ട് ഇങ്ങനെ അടിച്ച് പരത്തുക. കത്തി കൊണ്ട് നല്ലോണം നോക്കിക്കിടുക. ഇത് ഈരിട്ട് നല്ലോണം കുത്തുക. ഓക്കെ, ഇതാ ഇതിലിപ്പോൾ ഇതുപോലെ ഉണ്ടാവുക സംഭവം. ഇങ്ങനെ എന്ത് ചെയ്യാൻ ചെയ്താൽ കുറച്ചുകൂടി ഒലിവ് ഒഴിക്കുക. ഒലിവെല്ലാം ഹോട്ടലുകാർ ഉപയോഗിച്ചാലാണ് നല്ലത്. ആൾക്കാർ പിന്നെയും വന്ന് വാങ്ങിക്കൊണ്ടിരിക്കും. അമീദിനല്ല, നമ്മളെ കുറ്റിയാടി ഷവർമ വെക്കുന്ന അമീദില്ലേ, എൻ്റെ ഒപ്പം ഉണ്ടേനു സൗദിയിൽ, നല്ല ഷവർമക്കാരനാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ഇട്ടിച്ചു കൊടുക്കുക. ഒരു ലേശമായിട്ട് കിട്ടും, അധികമൊന്നും വേണ്ടിട്ടാ. എന്നാൽ പിന്നെ ഈ വീഡിയോ തീർന്ന്. ഇനിയിപ്പോൾ അത് മനസ്സിലാക്കില്ല, ഇത് മനസ്സിലാക്കില്ല എന്ന് പറയണ്ട. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല, ഇങ്ങനെ. ഇത് പുരക്കാർക്ക് ഉണ്ടാക്കാം, നല്ല സാധനമാണ്. പിന്നെ വേറൊന്നുണ്ട്, തീർത്ത് വെളുത്തുള്ളി അല്ലേ. അപ്പം പിന്നെ വെളുത്തുള്ളി ഒലിവ് ആരോഗ്യം ഇങ്ങനെ ചിലപ്പോൾ കോടി ആൾക്കാരുടെ എണീച്ചങ്ങ് പായും. ഓക്കെ, എന്നാൽ വെക്കട്ടെ.